പത്തനംതിട്ട നഗരസഭയിൽ ശുചീകരണ തൊഴിലാളിക്ക് മർദ്ദനമേറ്റെന്ന് പരാതി. നഗരസഭയിലേക്ക് പ്രതിഷേധവുമായി ശുചീകരണ തൊഴിലാളികൾ. CITU പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് പരാതി. ഇതുവഴി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയാണ്. ഈ വ്യക്തിയെ അടിച്ച് എന്തെങ്കിലും വന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇത് ഞങ്ങളിലൊരാളാണ്. ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞാൽ അത് ഈ നാടിൻ്റെ സ്വത്താണ്. അത് ആദ്യം മനസ്സിലാക്കി വേണം ഞങ്ങളോട് ഇത് പെരുമാറാൻ. അറസ്റ്റ് ചെയ്യുക. ഈ അണ്ണന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മർദ്ദിച്ച വ്യക്തിക്കെതിരെ കർശനമായ നടപടി ഉണ്ടായേ പറ്റൂ. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തേ മതിയാവും. അതുവരെ ഞങ്ങൾ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. ശ്രീരാജ് ബാബു ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, ആരാണ് ഇങ്ങനെ ആക്രമണം നടത്തിയിരിക്കുന്നത്? പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ ശുചീകരണ തൊഴിലാളികൾ? തീർച്ചയായും ലക്ഷ്മി, നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ മർദ്ദിച്ച CITU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് നിലവിൽ തൊഴിലാളികളുടെ ആവശ്യം. ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. CITUവിന്റെ കൊടികൾ പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ സ്ഥാപിച്ചിരുന്നു. ഇത് നീക്കം ചെയ്യാൻ ശുചീകരണ തൊഴിലാളികൾക്ക് നഗരസഭ നിർദ്ദേശം നൽകി. അതിനെ തുടർന്ന് അവർ ആ കൊടി നീക്കം ചെയ്തു. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് CITU പ്രവർത്തകനായ സക്കീർ, അദ്ദേഹം മുൻ കൗൺസിലർ കൂടിയായിരുന്നു, ഈ ശുചീകരണ തൊഴിലാളിയെ മർദ്ദിച്ചത്. തുടർന്ന് ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടി. അതുപോലെ തന്നെ പോലീസിൽ പരാതിയും നൽകി. അതിന്റെ ഭാഗമായി ഇന്ന് നഗരസഭയിലേക്ക് ശുചീകരണ തൊഴിലാളികൾ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. CITU നേതാവായ സക്കീർ മർദ്ദിച്ച ആളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവർ മാർച്ച് സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളികൾക്ക് വേണ്ട സംരക്ഷണം ഒരുക്കണം. നിരന്തരം ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകാറുണ്ട് പലപ്പോഴും. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് കൃത്യമായി അവർക്ക് സുരക്ഷ ഒരുക്കണമെന്നും നിലവിൽ മർദ്ദിച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ലക്ഷ്മി.